ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഇവിടെ ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദിമസഭയിൽ 2 തരത്തിലുള്ള വ്യക്തി ജീവിതങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എബ്രായ ഭാഷ സംസാരിച്ചിരുന്ന യെരുശലേമിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് യഹൂദന്മാരിൽ അവർ യവന ഭാഷ സംസാരിച്ചിരുന്നു, എന്നാൽ അവർ യെരുശലേമിലല്ല, പുറത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ യവന ഭാഷ സംസാരിച്ചിരുന്ന യഹൂദന്മാർ അവരുടെ വിധവമാരെ എബ്രായ ഭാഷ സംസാരിച്ചിരുന്നവർ ഒരു വേർതിരിവോടുകൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ആദിമസഭയിൽ ഉണ്ടായി. പ്രത്യേകാല ആദിമസഭയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും ആഹാരം, ഭക്ഷണക്രമങ്ങൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷിച്ച് ഉല്ലാസത്തോടു കൂടി പോകുന്ന ഒരു സാഹചര്യത്തെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്തോഷങ്ങളോ ഒന്നും തന്നെ അവരിൽ നൽകാതെ വണ്ണം, അവരെ പരിഗണിക്കാതെ വണ്ണം അവിടെ ഒരു വിഭാഗം യഹൂദന്മാർ അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ഒരു വേർതിരിവോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭകളിലും നമ്മുടെ ശുശ്രൂഷ മേഖലകളും ഇത്തരത്തിലുള്ള വേർപിരിയൽ അല്ലെങ്കിൽ വേർതിരിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതൊരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നതല്ല. നാം പലപ്പോഴും മാനുഷികമായിട്ട് പല തരത്തിലുള്ള സമ്പത്തിൻ്റെയും അതുപോലെ വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഒരു വേർതിരിവുകൾ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവ് ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നതല്ല. എന്തെന്നാൽ കർത്താവ് പഠിപ്പിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്തെന്നാൽ ദൈവം സ്നേഹമാകും. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹമെന്ന് പറയുന്നത്. നാം എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സ്നേഹത്തിലൂടെയാണോ നാം മുന്നോട്ട് പോകുന്നത്? കൂടിയാണോ നാം മുന്നോട്ട് പോകുന്നത്? ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, നമ്മുടെ സമൂഹത്തിലാകട്ടെ, നാം ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന സഭകളിലാകട്ടെ, ഏത് തരത്തിലുള്ള മേഖലകളിലും നാം ഇത്തരത്തിലുള്ള വേർപാടുകൾ, വേർതിരിയലുകൾ നാം ഒരിക്കലും അനുവദിക്കുവാൻ പാടുള്ളതല്ല. എപ്പോഴും ഐക്യത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകണം എന്ന് അവിടെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഇവിടെ കുറിവാക്യത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ഈ മേശമേലുള്ള മേശയുടെ ശുശ്രൂഷകൾ അവിടെ എതിർത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നാം സ്നേഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.